+2 പബ്ലിക് എക്സാം 2026 ഫിസിക്സ് ആൻസർ കീയാണ്. ഫസ്റ്റ് 1 തൊട്ടിട്ട് 7 വരെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. ഫസ്റ്റ് ആൻസർ ഇൻക്രീസസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫെറോമാഗ്നറ്റ് അല്ലാത്തത് ഇതിലേതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഗാമ റേസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 2. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പാക്റ്റ് പാരാമീറ്റർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ഫോൾസ്. അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ടോർക്കിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. ടോർക്ക് ഈക്വൽ ടു IAB sin θ എന്നുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫിഗറിൽ പൊളാരിറ്റി മെൻഷൻ ചെയ്യുക. അതിൽ പ്ലേറ്റ് എയിൽ പോസിറ്റീവും പ്ലേറ്റ് ബിയിൽ നെഗറ്റീവുമാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഏതെങ്കിലും 4 എനർജി ലോസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഫ്ലക്സ് ലീക്കേജ്, റെസിസ്റ്റൻസ് ഓഫ് കോയിൽസ്, ഹിസ്റ്റെറിസിസ് ലോസ്, എഡി കറണ്ട്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ എ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെഫിനിഷൻ. ബി ക്വസ്റ്റ്യൻ മാക്സ്വെല്ലിൻ്റെ മോഡിഫൈഡ് ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് ലോൻ്റെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ എ കൊഹിറൻ്റ് സോഴ്സസ് ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെയും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെയും പാത്ത് ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ക്വാണ്ടം കണ്ടീഷൻ്റെ ഡെറിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൻ്റെ ആൻസർ അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 15ാമത്തെ എ ക്വസ്റ്റ്യൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് കണ്ടുപിടിക്കാനാണ്. P sin θ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് 10⁻⁻⁴ ആണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ മാക്സിമം വാല്യൂ 90 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സീരീസിൻ്റെയും പാരലലിൻ്റെയും എക്സ്പ്രഷൻ. സീരീസിൽ വരുമ്പോൾ 1/c = 1/c1 + 1/c2 + 1/c3. പാരലലാവുമ്പോൾ c = c1 + c2 + c3. 17ാമത്തെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ വിത്ത് ഫിഗർ. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എ മാഗ്നറ്റൈസേഷൻ ഡെഫിനിഷൻ. ബി ക്വസ്റ്റ്യൻ മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കാനാണ്. 3 × 10⁻⁶ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ സ്നെൽസ് ലോ ഡെറിവേഷൻ. sin I/sin R = V1/V2 = N/2 ഡെറിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഐൻസ്റ്റീൻസ് ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ. ബി ക്വസ്റ്റ്യൻ ഗ്രാഫ്. സി ക്വസ്റ്റ്യൻ
സ്ലോപ്പ് h/e. അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് വിത്ത് ഡയഗ്രാം. ബി ക്വസ്റ്റ്യൻ സ്റ്റഡി DC ഔട്ട്പുട്ടായി കിട്ടുന്നതിൻ്റെ കണ്ടീഷൻ. അടുത്ത 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 22ാമത്തെ എ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാം. ബി ക്വസ്റ്റ്യൻ 1/4πε0 P cos θ/r² എന്നുള്ളതിൻ്റെ ഡെറിവേഷൻ. 23 ഫസ്റ്റത്തെ ഡെറിവേഷൻ. ബി ക്വസ്റ്റ്യൻ ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എൻ്റെ ആൻസർ. അടുത്തത് എ ക്വസ്റ്റ്യൻ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ. ബി ക്വസ്റ്റ്യൻ റിലേറ്റീവ് പെർമേബിലിറ്റി കണ്ടുപിടിക്കാനാണ്. 375 ആണ് ആൻസർ വരിക. ഇരുപത്തഞ്ച് എ ക്വസ്റ്റ്യൻ ആൻസർ കൺവേർജിങ് ആണ്. ബി ക്വസ്റ്റ്യൻ ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെയും ആംഗുലർ മാഗ്നിഫിക്കേഷൻ്റെയും എക്സ്പ്രഷൻ വിത്ത് ഡയഗ്രാം. ലീനിയർ മാഗ്നിഫിക്കേഷൻ 1/d/f ആണ് വരിക. ആംഗുലർ മാഗ്നിഫിക്കേഷൻ d/f. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്കിൻ്റെ ഡെഫിനേഷൻ. ബി ക്വസ്റ്റ്യൻ =σ/2πε0ൻ്റെ ഡെറിവേഷൻ. സി ക്വസ്റ്റ്യൻ ആൻസർ 0. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ സ്റ്റഡി ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് ഡിറൈവ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെയും എക്സ്പ്രഷൻ. സി ക്വസ്റ്റ്യൻ ആൻസർ ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ എ ഇംപെഡൻസിൻ്റെയും റെസോണൻ്റ് ഫ്രീക്വൻസിയുടെയും ഡെറിവേഷൻ. ബി ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിരുന്നു. 35.4 ഹെർട്സ് ആണ് വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാം. അതിന് ബി ക്വസ്റ്റ്യൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിരുന്നു. 22 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരിക.